ഒരു സംതിങ് സ്റ്റക്ക് ഇൻ ത്രോട്ട്, തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആയിട്ട് കുറെ ആൾക്കാർ വരാറുണ്ട്. എന്റെ ഒരു വെരി കോമൺ റീസൺ, ഇതിന് പല കാരണങ്ങളും ഉണ്ട്. എന്റെ ഒരു കോമണസ്റ്റ് റീസൺ പറയുന്നത് റീഫ്ലക്സ് ലാരിഞ്ചൈറ്റിസ് എന്നാണ് ആ കണ്ടീഷന്റെ പേര്. അത് നമുക്ക് യൂഷ്വലി അസിഡിറ്റി ഇഷ്യൂസ്, അതൊരു ഫ്രാങ്ക് പറഞ്ഞ പോലെ ഒരു പുളിച്ചു തേട്ടലോ നെഞ്ചരിച്ചിലോ അങ്ങനെ ആയിട്ട് വേണമെന്നില്ല. പക്ഷെ ആ ഒരു റിഫ്ലക്സ് നമ്മുടെ ത്രോട്ടിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ, അതുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാവാം. ഇതിന് നമ്മൾ വേറെ സിംറ്റംസ് കാണുന്നത് പറഞ്ഞാൽ ഒരു കുറച്ച് ഡ്രൈ കോഫ് ആയിട്ട് നിൽക്കാറുണ്ട് ആൾക്കാർക്ക്. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചുമ, ഇടയ്ക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈ കോഫ്. അതേപോലെ തന്നെ തൊണ്ടയിൽ ഒരു കുറച്ച് നാളധികം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു ഹോഴ്സ്നെസ് വരും. ഒരു അടഞ്ഞ ശബ്ദം പോലെ, ഒരു പതിഞ്ഞ ശബ്ദം പോലെ വരാറുണ്ട്. ഇതല്ലാതെ ഈ ഒരു കണ്ടീഷന് ഈ സംതിങ് സ്റ്റക്ക് ഇൻ ത്രോട്ട് എന്നുള്ള ഒരു ഫീലിംഗ്, ഇത് കൂടാതെ പോസ്റ്റ് നീസൽ ഡ്രിപ്പ് എന്ന് പറയും. നമുക്ക് സൈനസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സൈനസിൽ നീർക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നോസിന്റെ പിന്നിന്ന് ഈ ഒരു ഫ്ലെം നോസിന്റെ പിന്നിന്ന് സൈനസിൽ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കഫം, ആ നീർക്കെട്ട് അതിങ്ങനെ സ്ലോലി ഡ്രിപ്പ് ചെയ്ത് ത്രോട്ടിൽ വന്നാലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ENT ഡോക്ടറെ കാണിക്കാം. ENT ഡോക്ടർ നോക്കി ത്രോട്ട് എക്സാമിൻ ചെയ്ത്, അതേപോലെ തന്നെ ത്രോട്ടിൽ ഒരു എൻഡോസ്കോപ്പി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ലാരിഞ്ചൈറ്റിസിന്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. അതിനനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, അതേപോലെ തന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും, റീഫ്ലക്സ് ഇഷ്യൂസ് ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കൂടി ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.